റബ്ബിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ പ്രിയ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നാം അയൽക്കാരെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനത്തിൽ നമ്മോട് അവർക്ക് പല കൂട്ടർക്കും നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ ആ ഒരു ലിസ്റ്റ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവന് യാതൊരു പങ്കാളിയെയും നിശ്ചയിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും അനാഥകളോടും ദരിദ്രരോടും അടുത്ത അയൽക്കാരനോടും അകലെയുള്ള അയൽക്കാരനോടും എന്ന് പറഞ്ഞുകൊണ്ട് അവരോടെല്ലാം നന്മ ചെയ്യണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉപദേശിക്കുന്നത്. ഇവിടെ ബന്ധുമിത്രാദികളോടൊപ്പം തന്നെയാണ് അയൽക്കാരെയും എണ്ണിയിട്ടുള്ളത് എന്ന് കാണാം. അതുപോലെ തന്നെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം ആവർത്തിച്ച് അയൽക്കാരോടുള്ള തൻ്റെ കടമകളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അയൽക്കാർക്ക് തൻ്റെ സ്വത്തിൽ അവകാശം നൽകേണ്ടി വരുമോ എന്ന് പോലും ഞാൻ ശങ്കിച്ചു പോയി എന്നാണ് സുബ്ഹാനല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു സംഭവം വളരെ പ്രസക്തമാണ്. അതായത് പ്രവാചകന്റെ സ്വന്തം അയൽവാസിയായ ഒരു ജൂത സ്ത്രീ എന്നും രാവിലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ വേസ്റ്റ് അവിടെ കാണാതിരുന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെക്കുറിച്ച് അന്വേഷിക്കുകയും അവൾക്ക് രോഗമാണെന്നറിഞ്ഞ് അവളുടെ വീട്ടിൽ ചെന്ന് അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതിൽ നിന്നും അവരോട് നാം കാണിക്കേണ്ട മര്യാദയെ സംബന്ധിച്ച് എങ്ങനെയാണ് അവരോട് ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഇത് കണ്ട് ജൂതസ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു എന്നുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള സഹോദരനുമായി നമ്മൾ എത്രയോ വർഷങ്ങളായി മിണ്ടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു ഇഞ്ച് മണ്ണിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരോട് ബന്ധം പുലർത്താത്തവർ, അതുപോലെ തന്നെ സ്വന്തം വേസ്റ്റ് അയൽക്കാരൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുന്നവർ, അതുപോലെ സ്വന്തം മക്കളെ, സ്വന്തം വീടിനെ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് അയൽക്കാരനുമായി താരതമ്യം ചെയ്യുകയും അത് കാരണമായി അഹങ്കരിക്കുകയും അല്ലെങ്കിൽ അവരോട് വെറുപ്പ് കാണിക്കുകയും അവരോട് അസൂയ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നാം മാറിയില്ലെങ്കിൽ നാം ഒരിക്കലും പൂർണ്ണ വിശ്വാസിയാകുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഒരു സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾ ആരും പൂർണ്ണ വിശ്വാസിയാകുകയില്ല അദ്ദേഹത്തിൻ്റെ ദോഷത്തിൽ നിന്ന് അയൽവാസി മോചിതനായിട്ടില്ലെങ്കിൽ എന്നാണ് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും അയൽപക്കക്കാരുമായി നല്ല ബന്ധത്തിലാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.